പച്ചക്കറി വാങ്ങിച്ചപ്പോ നമുക്ക് കുറച്ച് പച്ചത്തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് എന്തൊക്കെ ചെയ്യാന്ന് വിചാരിച്ചപ്പോ ഒരു തോരൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ആ തോരന്റെ റെസിപ്പി നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടുണ്ടായി വീഡിയോ. അപ്പൊ അതിനായിട്ട് നമ്മള് പച്ചത്തക്കാളി പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത്, ഞാൻ ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 വറ്റൽമുളകും 2-3 പച്ചമുളകും കുറച്ച് വേപ്പിന്റെ ഇല കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇപ്പൊ വളരെ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് മുളക് പൊടിയും ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. ഇപ്പൊ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. കടുക് പൊട്ടിക്കാനുള്ള വെളിച്ചെണ്ണ. ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പി കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്താ കേട്ടോ. ഇനി നമുക്ക് സവോളയും പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അരിഞ്ഞിട്ട തക്കാളിയും കൂടി നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. അപ്പൊ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോട്ടാ നിങ്ങൾ. അപ്പൊ നമ്മുടെ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തോട്ടാ. പിന്നെ ഈ വീഡിയോ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കറി ആയതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചത് കേട്ടോ. അടിപൊളി കാര്യമാണ്. ഇപ്പൊ നമ്മള് സാമ്പാർ തന്നെയൊക്കെ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോ ചിലപ്പോ അവിടെയുള്ള നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരുപാടുള്ള പച്ചത്തക്കാളിക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അല്ലാണ്ട് ആരും നമ്മള് സെപ്പറേറ്റ് പച്ചത്തക്കാളിയായിട്ട് വാങ്ങില്ലല്ലോ. നമ്മളവിടെ വാങ്ങാറില്ല. നമ്മള് ഇവിടെ ഇങ്ങനെ പച്ചക്കറി ഇട്ട് നമ്മൾ സാമ്പാർ കിറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വാങ്ങിക്കുമ്പോ അതിനകത്ത് കിട്ടുന്നതാണ് ഇങ്ങനെയൊക്കെ. അപ്പൊ നമ്മളത് ഒരു തോരനാക്കിയിട്ട്, പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. നമ്മള് ഇനിയിപ്പോ ഈ തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി പിടിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. നമുക്ക് പിന്നെ ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ആ നാളികേരം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇനി ഒരു 10 മിനിറ്റ് നമ്മൾ മൂടി വെച്ച് കഴിച്ചെടുത്താൽ മതിട്ടാ. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തോളൂ. ഇനി അത് മൂടി വയ്ക്കുക. 10 മിനിറ്റ് അങ്ങനെ മൂടി വെച്ചിട്ട് വേവിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ പച്ചത്തക്കാളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. എൻ്റെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.